നമസ്കാരം. CPM-ന്റെ സംസ്ഥാന സമ്മേളനം പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വ്യാപകമായി നേതാക്കൾ ഇടയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒന്നിലധികം വിഷയങ്ങളുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചർച്ചയായത് ഈ നവകേരളത്തിന്റെ പുനരുദ്ധാരണത്തിന് അല്ലെങ്കിൽ നവകേരളത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഉള്ള പരിപാടികളൊക്കെ തന്നെ ഒരു CPM-ന്റെ പാർട്ടിയുടെ ഒരു സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. പാർട്ടി ഇതര വിഷയങ്ങൾ പാർട്ടി സമ്മേളനങ്ങളിൽ, ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കുക പതിവില്ല. പക്ഷേ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായുള്ള ഈ ഒരു കാര്യം, നവകേരള ഉദ്ധാരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അവതരിപ്പിച്ചത് ഇപ്പോൾ വ്യാപകമായി ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ പിണറായി വിജയനെതിരെ വ്യാപകമായ വിമർശനങ്ങളാണ് പരസ്യമായും രഹസ്യമായും പ്രത്യക്ഷമായും പരോക്ഷമായും നേതാക്കൾ ഉന്നയിക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഈ ഒരു സമ്മേളനത്തിന് ഉണ്ട്. പിണറായി പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കി സ്ഥാനമാനങ്ങളൊക്കെ തന്നെ തന്റെ അനുയായികൾക്ക് വീതം വെച്ച് നൽകുന്നു എന്ന പരാതിയാണ് ഉള്ളത്. ഇപ്പോൾ അഹോരാത്രം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച പലരും പുറത്തായിരിക്കുന്നു, പലരെയും വെട്ടിമാറ്റിയിരിക്കുന്നു, പലരെയും ഓടിച്ചു വിട്ടിരിക്കുന്നു, പലരെയും വെട്ടി ഒതുക്കിയിരിക്കുന്നു. പിണറായിക്ക് ജയ് വിളിക്കുന്നവർ സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ തന്നെ ഇപ്പോൾ ഇങ്ങനെ സ്ഥാനമാനങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. പത്മകുമാറിന്റെ വിഷയമൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം വലിയ ചർച്ചയായിരുന്നു. ഇപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന അധ്യക്ഷൻ N. സുകന്യ, മുൻ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, J. മേഴ്സിക്കുട്ടിയമ്മ, മന്ത്രി MP രാജേഷ്, P. ജയരാജൻ എന്നിങ്ങനെ പോകുന്നവർ വെട്ടിനിരത്തപ്പെട്ടു. വലിയ വിഭാഗീയതയാണ് പിണറായിയുടെ തൻപ്രമാണത്തിൽ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തത് എന്ന പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. മുൻ MLA പത്മകുമാറിനെ സംസ്ഥാന സമിതിയിൽ എടുത്തില്ല, അത് വലിയ വാർത്തയായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ ശബരിമലയിൽ യുവതികളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് അല്ലെങ്കിൽ പിണറായി വിജയന് എല്ലാവിധ പിന്തുണയും നൽകിയ വ്യക്തി കൂടിയാണ് പത്മകുമാർ എന്ന ഓർമ്മ പോലുമില്ലാതെയാണ് അദ്ദേഹത്തെ വെട്ടിനിരത്തിയത് എന്ന് പറയുന്നു. പാർട്ടി ഉപരി കമ്മിറ്റികളിലേക്ക് എടുക്കുമ്പോൾ രാഷ്ട്രീയ ബോധം, സംഘടനാ ധാരണ എന്നിവയൊക്കെ ഉണ്ടാകണം. അങ്ങനെയാണ് പഴയ നേതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പത്മകുമാർ ചൂണ്ടിക്കാട്ടിയത്. ഇത്തരത്തിൽ പത്മകുമാറിനെ പോലെ അനവധി പേരെ, J. മേഴ്സിക്കുട്ടിയമ്മ ഉൾപ്പെടെയുള്ളവരെയൊക്കെ തന്നെ വെട്ടിനിരത്തി പിണറായിക്ക് ജയ് വിളിക്കുന്നവരെ, പിണറായിക്ക് സ്വാധീനമുള്ളവരെ, പിണറായി പറഞ്ഞാൽ മാത്രം അനുസരിക്കുന്നവരെയൊക്കെ തന്നെ സംസ്ഥാന കമ്മിറ്റിയിലേക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പാർട്ടി ഈ ഒരു സമ്മേളനം അവസാനിപ്പിച്ചത് എന്ന പരാതിയാണ് ഉണ്ടാകുന്നത്. വളരെ പരിതാപകരമായ അവസ്ഥയിൽ CPM കടന്നു പോകുമ്പോൾ CPM രാഷ്ട്രീയമായ ഏറ്റവും വലിയ തിരിച്ചടികളും ഏറ്റവും വലിയ തോൽവികളും നേരിടുമ്പോൾ ഇത്തരത്തിൽ സംഘടനാ സംവിധാനത്തെ വേണ്ട രീതിയിൽ മെച്ചപ്പെടുത്താതെ പിണറായിസം മാത്രം ഉൾക്കൊണ്ടുകൊണ്ട്, പിണറായിയാണ് പാർട്ടി എന്ന് പറയുന്നത് തന്നെ പിണറായി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന ഒരു വ്യക്തമായ സൂചന നൽകിക്കൊണ്ടാണ് ഈ സമ്മേളനത്തിലേക്ക് പാർട്ടി പ്രതിനിധികളെ ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിവിധ കമ്മിറ്റികളിലേക്ക് എന്നുള്ളതാണ് വ്യാപക പരാതിയുള്ളത്. ഇവിടെ വെട്ടിനിരത്തപ്പെട്ടവർ നാളെ എന്ത് ചെയ്യും, അവർ എങ്ങനെയാകും എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. പലരും മറ്റു പാർട്ടികളിലേക്കൊന്നും പോകാനുള്ള സാധ്യത ഏതായാലും ഇതുവരെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്തൊക്കെയായാലും ഒരു സമ്പൂർണ്ണ പിണറായി പാർട്ടിയായി CPM മാറിയിരിക്കുന്നു. ഈ ഒരു സമ്മേളനത്തോടുകൂടി അത് വ്യക്തമായിരിക്കുന്നു. അത് കൃത്യമായി തന്നെ ലക്ഷ്യത്തോടുകൂടി തന്നെ നടപ്പാക്കിയിരിക്കുന്നു. പിണറായിസത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരൊക്കെ, ഈ പിണറായിസം മുമ്പോട്ട് വെക്കുന്ന ആ ഒരു വ്യക്തികളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് പാർട്ടിക്ക് എങ്ങനെ മുന്നോട്ട് പോകാനാകും? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിൽക്കുന്ന CPM എന്ന പാർട്ടി ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ അധപ്പതനത്തിലേക്ക് കൂടി നീങ്ങുകയാണ് എന്ന വ്യക്തമായ ധാരണ നൽകുന്നു. പിണറായി മാത്രം മതി, പാർട്ടി വേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് CPM-ന് ശക്തമായ തിരിച്ചടി തന്നെയാണ്. ജനങ്ങളോട്, സഖാക്കളോട് CPM പല വിഷയങ്ങളിലും മറുപടി പറയേണ്ടി വരും. പിണറായിക്കെതിരെ വ്യാപക വിമർശനങ്ങളാണ് ഉയരുന്നത്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന സംഘടനാ ഭാരവാഹികളും അതുപോലെ തന്നെ മന്ത്രിമാരും MLA-മാരായവരും ഒക്കെ തന്നെ വ്യക്തമായി തന്നെ ഇദ്ദേഹത്തോടുള്ള ആ ഒരു എതിർപ്പ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പോൾ പിണറായിയാണോ ഭരിക്കുന്നത്? ഇവിടെ CPM എന്നാൽ പിണറായി മാത്രമാണോ? ഇത് ജനകീയ പാർട്ടിയല്ലേ, ജനങ്ങളുടെ പാർട്ടിയല്ലേ, തൊഴിലാളി വർഗ പാർട്ടിയല്ലേ? ഇവിടെ എല്ലാവർക്കും പ്രാതിനിധ്യം നൽകേണ്ടതില്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ വ്യാപകമായി സഖാക്കൾ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും പഴയകാല സഖാക്കളൊക്കെ തന്നെ പിണറായിയെ അതിശക്തമായി, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ, പിണറായി വിജയൻ എന്ന പഴയ പാർട്ടി സെക്രട്ടറിയെ വ്യക്തമായി വിമർശിച്ചുകൊണ്ട് ശക്തമായി തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന കാഴ്ചയാണ് ഈ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം പൊതുസമൂഹത്തിന് കാണാൻ കഴിയുന്നത്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട.
ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.